പ്രദീപേട്ടൻ എന്നാണ് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്നത്. രാധേട്ടനും പ്രദീപേട്ടനും നാട്ടുകാരുടെ ഏറ്റവും വലിയ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അപ്പോൾ നമുക്ക് പ്രദീപേട്ടനോട് ഒരു സൗഹൃദം ചോദിക്കാമെന്ന്. പ്രദീപേട്ട വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നമ്മൾ ചോദിച്ചിരുന്നു തിരിച്ചു കയറുന്ന എം എൽ എ ആയിട്ടാണെന്നോ? ഇപ്പൊ നിയുക്തി എം എൽ എ ആയിട്ട് കയറാൻ പറ്റുമോ അല്ലേ? തീർച്ചയായിട്ടും. ഭാര്യ വല്ലതും വിളിച്ചിരുന്നോ? അവർ വിളിച്ചായിരുന്നു, ഞാനും അങ്ങോട്ട് വിളിച്ചായിരുന്നു. അവർ മാധ്യമത്തിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നായിരുന്നു. വലിയ സന്തോഷം തന്നെയാണ് അവർക്കും ഉണ്ടായിട്ടുള്ളത്. വലിയ സന്തോഷം. ഈ നാടിനെ ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് മക്കളും വീട്ടിൽ ആഘോഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും വീണ്ടും ഒരു മാസത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പം നിയുക്തി എം എൽ എ ആയി മാറിയിരിക്കുകയാണ്. ഇനിയും വിശ്രമമാണോ? ജനങ്ങൾക്ക് വേണ്ടി വിശ്രമമില്ല പ്രവർത്തിക്കണോ? നമ്മുടെ ജീവിതത്തിൽ വിശ്രമമില്ല. ഇത് തുടർച്ചയായിട്ട് ഇനിയും നാടിന്റെ ഇടയിൽ തന്നെ നേരത്തെ ഉള്ള പോലെ തന്നെ ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. മറ്റൊരു കൗതുകമുണ്ട്. 96-ലാണ് അങ്ങ് നാട്ടിലേക്ക് വരുന്നത്, ചെന്നൈയിൽ നിന്നോ അല്ലേ? അതെ. അതിനുശേഷം ചേലക്കര ഇടതുപക്ഷത്തിൽ നിന്ന് ഭാഗത്തുനിന്ന് മാറിയിട്ടില്ല. അതൊരു കൗതുകം കൂടിയല്ലേ? എന്ന് ഞാൻ വന്നതുകൊണ്ടല്ല, അന്ന് പ്രിയപ്പെട്ട രാധേട്ടൻ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ജനം ഇടതുപക്ഷത്തിൽ ഏൽപ്പിച്ചു. അതിനുശേഷം തുടർച്ചയായി ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരികയാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ വന്നപ്പോഴും ആ ഇടതുപക്ഷം കാണിച്ച ശൈലി തന്നെയാണ് ഞാനും നടത്തിയത്. തീർച്ചയായിട്ടും ജനം അതേപോലെ തന്നെ അംഗീകരിച്ച് തുടർച്ചയായി കൊണ്ടുവരികയാണ്. ഒരു മനസ്സിലെ ധൈര്യം ഇടതുപക്ഷവും രാധേട്ടനൊക്കെ നടത്തിയ വികസനമുണ്ട്. അതിനോടൊപ്പം തന്നെ അങ്ങ് 5 വർഷം എം എൽ എ ആയിരുന്നു. ആ കാലത്തെ അങ്ങയുടെ പ്രവർത്തനവും അങ്ങയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചോ? തീർച്ചയായിട്ടും നല്ല പോലെ വർദ്ധിച്ചു. അതിന്റെ വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിന്നത്. നടത്തിയ വികസന പ്രവർത്തനം, അതുപോലെ തന്നെ ഒരു മോശപ്പേരും കേൾപ്പിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളത് പറഞ്ഞ രാധേട്ടനും അദ്ദേഹത്തിനെ കണ്ടു തന്നെയാണ് ഞാനും പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനം ഈ നാട് അംഗീകരിച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ഈ തെരഞ്ഞെടുപ്പിൽ അത് വിധിയെഴുത്ത് നടത്തി തന്നിട്ടുണ്ട്.